നമസ്കാരം. യദു എൻ്റെ HMS വ്ലോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇവിടെ എനിക്കും ഒരുവിധം സുഖം തന്നെ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു നെല്ലിക്ക അച്ചാറാണ്. ഇത്രയും നെല്ലിക്ക കിട്ടിയിട്ടുണ്ട്. അതിന് വേണ്ടി ഇതിനെ ഞാൻ കഴുകി മുഴുവനോടെ കഴുകി പുഴുങ്ങാൻ പോവുകയാണ്. അതിൻ്റെ ഇലകളാണ് തയ്യി വരുന്നത്. ഈ കാണുന്നു. പുഴുങ്ങിയിട്ട് അതിന് ശേഷം അതിൽ നിന്നും കുറച്ചെടുത്ത് അച്ചാറുണ്ടാക്കുന്നതാണ്. നിങ്ങളെല്ലാവരും എനിക്കൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നെല്ലിക്കയെല്ലാം ഞാൻ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് പുഴുങ്ങി ഉപ്പിടാതെ വെറും വെള്ളത്തിൽ പുഴുങ്ങി എടുത്തതാണ്. നല്ലപോലെ വേകാനും പാടില്ല, കുറച്ച് ആവശ്യത്തിന് മാത്രം. ഇതിന് കുറച്ചൊന്ന് അച്ചാറിടാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് ബാക്കി ഈ വെള്ളം തണുത്തതിന് ശേഷം ഈ വെള്ളം കളയില്ല, ഈ വെള്ളം കൂടെ ഒഴിച്ച് തന്നെ ഉപ്പിട്ട് പാത്രങ്ങൾ അടച്ച് വയ്ക്കും, എയർ കയറാതെ. എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് അച്ചാറിടുകയോ കറി വയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഇന്ന് ഞാനിതിൽ നിന്ന് ഇപ്പോൾ വളരെ കുറച്ചെടുത്ത് ഒരു അച്ചാറിടുന്നത് നിങ്ങളെ കൂടി കാണിച്ചു തരാം. അത് പുഴുങ്ങിയതിൽ നിന്ന് ഞാൻ കുറച്ച് നെല്ലിക്ക എടുത്ത് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് നാലായിട്ട് കീറി വച്ചിരിക്കുകയാണ്. ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ മിക്സ് ചെയ്ത് വെച്ച് ഉപ്പ് പിടിച്ചിരിക്കുകയാണ്. അതിലേക്ക് ആദ്യമായിട്ട് ഞാൻ കടുകെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, മസ്റ്റേർഡ് ഓയിൽ. ഇത് ഉപയോഗിച്ചാണ് നെല്ലിക്ക അച്ചാറിടാൻ പോകുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും, ഒരിക്കലും ചീത്തയാകത്തുമില്ല കേട്ടോ. ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ, എങ്കിലും നല്ലെണ്ണയോ കടുകെണ്ണയോ ഉപയോഗിക്കണം. വെച്ചെണ്ണയിൽ കുഴപ്പമില്ല. അതിലേക്ക് ഞാൻ ഇത് ഒരു ഉടംകൊല്ലി മുളകാണ് നാലായിട്ട് കീറി വെച്ചിട്ടുണ്ട്. ഇച്ചിരി ഇഞ്ചി, ഒരു പീസ് വെളുത്തുള്ളി, കറിവേപ്പില. ഇനി കടുകിന് പകരം ഇടുന്നത് ഉലുവയാണ്. പിന്നെ നെല്ലിക്ക വരട്ടിയതിന് ശേഷം മുളക് പൊടി, ലേശം മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർക്കുന്നത് വളരെ നല്ലതാണ് നെല്ലിക്കയ്ക്ക്. ഒരു നുള്ള മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഇത്രയും ചേർത്ത് ഞാൻ അച്ചാറുണ്ടാക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വരട്ടി അതിലേക്ക് നെല്ലിക്കയും ഇട്ട് വരട്ടിയതിന് ശേഷം ആവശ്യത്തിനുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇത്രയും ഇട്ട് ഞാൻ കടുകെണ്ണ വരട്ടി എടുത്തു. നെല്ലിക്ക അച്ചാർ റെഡിയായി. പിന്നെ കായപ്പൊടി ഓപ്ഷണലാണ്, പക്ഷേ ഞാൻ കുറച്ച് ചേർത്തു. കായപ്പൊടി ഓപ്ഷണലാണ്, നിർബന്ധമല്ല, മസ്റ്റല്ല. പക്ഷേ എനിക്ക് ഈ അച്ചാറുകൾക്കെല്ലാം കായം വളരെ മസ്റ്റാണ്, ചേർത്തിട്ടുണ്ട്. ബാക്കി വന്ന നെല്ലിക്ക മുഴുവനോടെ തന്നെ ഞാൻ നെല്ലിക്ക വേവിച്ച വെള്ളത്തിൽ തന്നെ ഉപ്പും ഇട്ടിട്ടുണ്ട്. മീതെ കിടക്കുന്ന ഉടംകൊല്ലി മുളകാണ്. ഇത് വേവിച്ചതല്ല, ചൂടുവെള്ളത്തിലൊന്ന് കഴുകി അതിലേക്ക് ഇട്ടതാണ്. ഇതടച്ച് വെച്ചിട്ട് ആവശ്യാനുസരണം നമുക്ക് എടുത്ത് കറി വയ്ക്കുകയോ അതുപോലെ അച്ചാറിടുകയോ ചെയ്യാം. ഒന്നും ചെയ്യില്ല. ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. എന്നത്തെ പോലെ ഇന്നും എനിക്ക് വറുക്കാനുണ്ട്. ഒരു ഉള്ളി ചെയ്യാൻ വേണ്ടി തേങ്ങ വറുക്കണം. എന്നും നിങ്ങൾക്ക് ഞാൻ വറുക്കുന്നത് കണ്ട് മടുത്ത് കാണും. ലതികയ്ക്ക് സൂപ്പിയേക്കും എല്ലാം മടുത്ത് കാണും. അതുകൊണ്ട് ഞാൻ ഇനി നിങ്ങളെ കാണിക്കുന്നില്ല. ഒരു ഉള്ളി ചെയ്യാൻ വേണ്ടി തേങ്ങ വറുക്കാൻ പോവുകയാണ്. എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.